കമ്പ്യൂട്ടറിന് മനസ്സിലായി. കമ്പ്യൂട്ടർ മനസ്സിലായി. അയ്യോ പാവം കാർത്തി. റെക്കോർഡിംഗ് എല്ലാം ഓണാക്കുമ്പോ കാർത്തിക് റിമൂവ് ചെയ്യണം എന്ന് എഴുതി കാണിച്ചു. ഓക്കെ, അവിടെ രാഹുൽ കയറിനാ കേറാൻ പറ്റില്ല. ഒന്നുകൂടെ റിക്വസ്റ്റ് കൊടുക്കാൻ പറ. പറഞ്ഞു എന്റെ ആവുന്നില്ല പറഞ്ഞു. ഇപ്പൊ ആരും കൊടുത്തിട്ടുണ്ടാവും, ഒന്ന് കൊടുക്കാൻ പറ. കാർത്തികിനോട് ഒന്ന് റിക്വസ്റ്റ് കൊടുക്കാൻ പറ. ഇല്ലടാ, ഇപ്പൊ കൊടുത്താൽ വരും. പറയാ, നേരത്തെ ഞാൻ ഇതിന്റെ അഡ്മിൻ പേജ് ഓപ്പൺ ആക്കിയിട്ടില്ല, അതുകൊണ്ടാണ്. കൊടുത്ത് കാർത്തിക്കിന് ഓരോ മെസ്സേജ് ഇട്ടെ ആ ഗ്രൂപ്പില്, അല്ലെ ഞാൻ ഇടണോ? കാർത്തിക് രാഹുൽ ഒരു മെസ്സേജ് പാസ് ചെയ്തായിരിക്കും. ഓക്കെ, കാർത്തിക പോയ വഴിക്ക് പോയാ പിന്നെ ഇങ്ങോട്ടില്ലേ? സർ മെറ്റീരിയൽസ് ഗൂഗിൾ ക്ലാസ് റൂമിലോ? മെറ്റീരിയൽസ് ഗൂഗിളിലിടും ഇന്നോ നാളെ മാക്സിമം. ഇന്ന് മാക്സിമം ശ്രമിക്കും. ഓക്കെ, ഇന്നല്ലേ നാളെ കൊണ്ട് ഇട്ടുതരാം. ഓക്കെ, നെറ്റ് റേഞ്ച് വരണം. പോയി പോന്ന് നീ ഏത് കാട്ടുപോലൊക്കെ പോയി നിക്കുന്നിപ്പോ? ഞാനിപ്പോ ഇങ്ങെത്തി ഇടാ എടാ ചോരക്കുള. നിന്നെ ഗൂഗിള് പുറത്താക്കിയതാ. നോക്ക് ഇന്നലെ തന്ന ക്വസ്റ്റ്യൻ നോക്ക്. ഇന്നലെ തന്ന ക്വസ്റ്റ്യൻ ചെയ്തതല്ല എല്ലാവരും. ജസ്റ്റ് ഇതിന്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നമ്മളെന്തല്ല sonic velocity of air. Jet has a temperature 280 Kelvin and determine the velocity of sound in the jet. Stagnation temperature, stagnation enthalpy, stagnation velocity, stagnation to static pressure ratio, critical speed, maximum speed, Crocker number. ഇതൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഹലോ, രാഹുലിനാ? എടാ, എന്നാ അവന്റെ നെറ്റിന് എന്തോ ഇഷ്യൂ ഉണ്ട് കേട്ടോ. എനിക്കിവിടെ റിക്വസ്റ്റ് വരുന്നേ ഇല്ല രാഹുലിന്റെ. രാഹുലിന്റെ റിക്വസ്റ്റ് വന്നാലേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോ കാർത്തികിന്റെ ഇപ്പൊ വന്നു, അതാണ് കാർത്തികിന്റെ അക്സെപ്റ്റ് ചെയ്ത്. രാഹുലിന്റെ റിക്വസ്റ്റ് വരുന്നേ ഇല്ല. ഒന്ന് എന്റെ നെറ്റ് ഒന്ന് ഫ്ലൈറ്റ് മോഡ് ആക്കിയിട്ട് ഒന്ന് ഓൺ ആക്കി ഓഫ് ആക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഒന്നുകൂടി. ഓക്കെ, അപ്പൊ തന്ന ഡാറ്റ എന്തൊക്കെയായിരുന്നു? സോണിക് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ മാക് നമ്പർ 1 ആയിരിക്കും, ടെമ്പറേച്ചർ 280 Kelvin. സോ വെലോസിറ്റി ഓഫ് ജെറ്റ് വിൽ ബി ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സൗണ്ട് ആയിരിക്കും അല്ല. അപ്പൊ വെലോസിറ്റി ഓഫ് സൗണ്ട് ആൻഡ് വെലോസിറ്റി ഓഫ് ജെറ്റ് വിൽ ബി അങ്ങനെ കണ്ടുപിടിക്കുക, റൂട്ട് ഓഫ് ഗാമ ആർ ടി. സോ ഗാമ 1.4, R 287, and T is the temperature 335.42 meter per second. ഇതിൽ എഴുതിയ സാധനം കയ്യിലുണ്ടോ എല്ലാരെയും? ഓക്കെ, എഴുതിയ ആൻസർ ഒന്ന് റീചെക്ക് ചെയ്യാം, ഇത് തന്നെയാണോ കിട്ടിയത്. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിച്ചാൽ T0/T in the റിലേഷൻ ആണ് 1 plus gamma minus 1/2 m². So it will be equal to 280. ഇപ്പൊ m 1 ആണെന്ന് തന്നിട്ടുണ്ട്, ഗാമ നമുക്കറിയാം 1.4, ടി വാല്യൂ 280 തന്നിട്ടുണ്ട്. സോ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കിട്ടും 336 Kelvin. Okay, then stagnation enthalpy H0 equal to Cp T0. പെർഫെക്റ്റ് ഗ്യാസിന്റെ കേസിലായതുകൊണ്ട് ഇങ്ങനെ എഴുതാം നമുക്ക്. H is equal to Cp T0. Cp വാല്യൂ എത്ര എയറിന്റെ? 1.005. T0 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. സോ സ്റ്റാഗ്നേഷൻ enthalpy will be 337.68 kJ/kg. പ്രോബ്ലം വന്നാൽ കൃത്യമായിട്ട് യൂണിറ്റ് അടക്കം എഴുതണം. നിങ്ങൾക്ക് പലർക്കും ഉള്ള പ്രശ്നമാണ്. കഴിഞ്ഞ പ്രാവശ്യം HMD ഒക്കെ ഉണ്ടായ പ്രശ്നമാണ്. നിങ്ങൾ ജസ്റ്റ് ഇക്വേഷൻ മാത്രം എഴുതിയിടും, അല്ലെങ്കിൽ കാൽക്കുലേഷൻ എഴുതിയിടും, ഫൈനൽ ആൻസറിൽ യൂണിറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. Then stagnation velocity എങ്ങനെ കണ്ടുപിടിക്കുക? A0 is equal to gamma r T0. So gamma is equal to root of 1.4 2 into 287 into 336. We will be getting 367.43 meter per second.
ഇനി പ്രഷർ റേഷ്യോ ഇങ്ങനെ ഐസെൻട്രോപിക് സ്റ്റേറ്റ് കേസസിലായതുകൊണ്ട് ഫ്ലോ നടക്കുന്നത് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ ഐസെൻട്രോപിക് ഫ്ലോ ആയതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഐസെൻട്രോപിക് റിലേഷൻസ് യൂസ് ചെയ്യാം. സോ P0/P is equal to T0/T all raised to gamma by gamma minus 1 വരും. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? പ്രഷർ റേഷ്യോ T0 അറിയാം, ടിയും അറിയാം. പ്രഷർ റേഷ്യോ എത്ര കിട്ടും? 1.893 കിട്ടും. സോ ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നത് മാക് കണ്ടീഷനിലുള്ള എ ആണ്, വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്. സോറി, മാക് അല്ല, സോണിക് കണ്ടീഷനിലുള്ള വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നത്. സ്ക്വയർ ഗാമ മൈനസ് 1 A0 സ്ക്വയർ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. അതിന് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എന്ത് കിട്ടി? വി മാക്സ് ഈക്വൽ ടു A0 റൂട്ട് ഓഫ് 2 ബൈ ഗാമ മൈനസ് 1 വരും. Then answer will be 821.6 meter per second. Number CR is equal to V by V max. Answer will be 0.08. ഈ answer തന്നെയാണ് കിട്ടിയത്. ഓഡിയോ കട്ടായി പോകുന്നു. ഈ സെയിം ആൻസേഴ്സ് ഒക്കെ തന്നെയാണോ കിട്ടിയത് നിങ്ങൾക്ക്? പ്രഷർ റേഷ്യോന്റെ തെറ്റിപ്പോയി, ബാക്കിയെല്ലാം same. ഓക്കെ ഓക്കെ, അവിടെ തെറ്റിയെന്ന് വെച്ചാൽ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കണേ കേട്ടോ. ചെയ്ത മെത്തേഡൊക്കെ മനസ്സിലായിട്ടില്ല? ആ ഓക്കെ, ഇത് ഇന്നലെ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എഴുതിയിട്ട് ഒന്ന് എഴുതി നോക്കിയാ എനിക്ക് ആൻസർ പറഞ്ഞ പെട്ടെന്ന്. ഇന്നലെ നമ്മൾ ഒരു ഫ്ലൈറ്റിന്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, സെയിം മെത്തേഡിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഒന്ന് ആൻസർ എഴുതി നോക്കിയാ. കാൽക്കുലേറ്റർ എടുത്ത് വെക്കണം എന്ന് ഒരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ, കണ്ടായിരുന്നോ? ഗ്രൂപ്പ് കേറിയില്ല സാർ. രാഹുലിന് കേറാൻ പറ്റാത്ത ഞാൻ എന്ത് ചെയ്യാനടാ? എനക്കവിടെ മെസ്സേജ് തരണ്ടേ? അല്ല, നോ സച്ച് മീറ്റിംഗ് എന്നാ കാണിക്കുന്നത്. നോ സച്ച് മീറ്റിംഗ്സ്. ഓൻ ഏത് ലിങ്കിൽ കയറിയത്? എല്ലാ ഫസ്റ്റ് ഇയറിലായിട്ട് കയറിയിട്ടുണ്ട്. ലിങ്ക് സെക്കൻഡ് കളിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടാ. സെക്കൻഡ് കളിക്കാൻ ചാൻസ് ഉണ്ട്. മര്യാദ അടിക്കാൻ പറ. ME4 അല്ലെങ്കിൽ ഞാൻ പറയുന്ന ലിങ്ക് അടിച്ചു നോക്കാൻ പറ. me4.ST Thomas Kannur.ac.in അത് ഗൂഗിളിൽ അടിച്ചു നോക്കിയിട്ട് കയറി നോക്കാൻ പറ. ഡയറക്റ്റ് ഈ പേജിലേക്കാ വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതി. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ കണ്ടുപിടിച്ചിട്ട് പറ. ഇതെല്ലാ ക്വസ്റ്റ്യനും ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്താൽ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടില്ലേ? ഇതിന്റെ വേറൊരു മെത്തേഡിലെ പ്രോബ്ലം ആണ് ഇന്നലെ ചെയ്തത്. ആ ഒരു പോസ്റ്റിന്റെ ആ അത് തന്നെ, അതിന്റെ വേറൊരു അതേ സെയിം മെത്തേഡിലുള്ള വേറൊരു പ്രോബ്ലം ആണ്. അതേതായാലും പഠിച്ചേ. ക്വസ്റ്റ്യൻ കാണാനാ? എടാ, ഈ ക്വസ്റ്റ്യൻ അല്ല ഇന്നലെ തന്നത്, അത് വേറെ ക്വസ്റ്റ്യൻ. ഈ മെത്തേഡ് ഇത് ന്യൂമറിക്കൽസ് ഒക്കെ മാറ്റിയിട്ട് വേറൊരു പ്രോബ്ലം. ഇത് സെയിം മെത്തേഡ് ആണെന്നേ ഉള്ളൂ. സോ ഇന്നലെ ഞാൻ ചെയ്തത് സോണിക് കണ്ടീഷനിലാണ്. ഇവിടെ മാക് നമ്പർ 3 എന്ന് തന്നിട്ടുണ്ട്. രണ്ടും സെയിം അല്ലല്ലോ. മാക് നമ്പർ അവിടെ 1 ആയിരുന്നെങ്കിൽ ഇവിടെ 3 ആണ്. അപ്പൊ ഒന്ന് മാറ്റി ആൻസർ ഒന്ന് ടൈം ടേക്കണാണ് ഇവിടെയും ചോദിക്കുന്നത്. അപ്പൊ ടൈം ടേക്കൺ കണ്ടുപിടിക്കും. ടൈം തരാം. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടാ.
എഴുതിയാ ക്വസ്റ്റ്യൻ? അവിടെ ചെയ്യുന്നുണ്ടോ എഴുതിയിട്ട്? ഇത് വെറുതെ ഇരിക്കില്ല. നോക്കുന്നുണ്ട് കിട്ടുമെന്ന്. തന്ന കണ്ടീഷൻസ് ആദ്യം എടുത്തെഴുതി. എന്തൊക്കെയാ തന്ന കണ്ടീഷൻസ് ഉള്ളത്? എച്ച് വാല്യൂ എത്രയാ? ആ ഫിഗർ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്ക്. ഇന്നലെ നമ്മൾ ട്രയാങ്കിൾ വരച്ചിട്ട് ഫിഗർ വരച്ചില്ലേ, അതുപോലെ എച്ച് വാല്യൂ എത്രയാ? ഹൈറ്റ്, അതായത് സൂപ്പർ സോണിക് ജെറ്റ് ഫ്ലൈറ്റും ഗ്രൗണ്ട് പൊസിഷനും തമ്മിലുള്ള ഹൈറ്റ് എത്രയാകുന്നുണ്ട്? 5000 തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ അത് വെച്ചിട്ട് ഒരു ആംഗിൾ വരച്ചിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചു നോക്കും. എന്നിട്ട് എന്തൊക്കെ തന്നിട്ടുണ്ട്? മാക് നമ്പർ 3 എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് വരാം നോക്ക്. എച്ച് വാല്യൂ 5000 തന്നിട്ടുണ്ട്, മാക് നമ്പർ 3 തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ 283 കെൽവിൻ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ 10 ഡിഗ്രി സെൽഷ്യസ് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്ത് 283 വരും. ഓക്കെ, സോ എ വാല്യൂ എന്താ വരിക? എ മീൻസ് വെലോസിറ്റി ഓഫ് സൗണ്ട്, റൂട്ട് ഓഫ് ഗാമ ആർ ടി വരും. ഓക്കെ, ഗാമ വാല്യൂ എന്ന് പറയുന്നത് 1.4, ദെൻ ആർ വാല്യൂ 287 into temperature value 283. Then answer will be 337.20 meter per second വരും. ഈ സ്റ്റെപ്പ് എഴുതിയാ? നിങ്ങൾക്ക് ഇത് ചെയ്യാൻ എന്താ ഡിഫിക്കൽട്ടി എന്താ വരുന്നത്? പറഞ്ഞാലേ നമുക്ക് ബാക്കി നോക്കാൻ പറ്റൂ. എന്താ നിങ്ങൾ പ്രശ്നം വരുന്നത്? ഇക്വേഷൻസ് അറിയാത്തതാണോ പ്രശ്നം? 283 ടെമ്പറേച്ചർ തന്നിട്ടടാ 10 ഡിഗ്രി സെൽഷ്യസ്. രാവിലെ ഇപ്പൊ എനിക്കൊന്ന് ജോയിൻ ചെയ്യാൻ കിട്ടിയത്. കിട്ടിയാ? 337 എങ്ങനെയാ വന്നത് മനസ്സിലായില്ലല്ലോ. ഇനി 337 കിട്ടി. നമുക്ക് ഇനി എന്ത് കിട്ടണം? വെലോസിറ്റി ഓഫ് സൗണ്ട് കിട്ടി, ദെൻ വെലോസിറ്റി ഓഫ് ജെറ്റ് കിട്ടണം, വെലോസിറ്റി ഓഫ് ഫ്ലൈറ്റ്. സോ എങ്ങനെ ചെയ്യാം? വി ബൈ എ ആണെന്ത്? മാക് നമ്പർ. സോ വെലോസിറ്റി ഓഫ് സൗണ്ടിനെ മാക് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? വെലോസിറ്റി ഓഫ് ജെറ്റ് കിട്ടും. സോ വെലോസിറ്റി ഓഫ് സൗണ്ട് എന്തായിരുന്നു? 337.20. മാക് നമ്പർ വാല്യൂ ഇസ് 3. സോ വെലോസിറ്റി ഓഫ് ഫ്ലൈറ്റ് വിൽ ബി 1011.62 meter per second. Okay, then ഞാൻ പറഞ്ഞു ഇനീഷ്യലി നമ്മൾ ജസ്റ്റ് റഫ് ആയിട്ട് നമ്മൾ പ്രോബ്ലം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ട്രയാങ്കിൾ വരച്ച് നോക്കുക. നമ്മൾ കണ്ടീഷൻ അനുസരിച്ച്, അതായത് എ ബി ഈ ഹൈറ്റിലാണ് നമ്മൾ ഫ്ലൈറ്റ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 5000 meters ഡെപ്തിലാണ് എന്ത് ഗ്രൗണ്ട് പൊസിഷൻ ഉള്ളത്. റൈറ്റ്, ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു മാക്കോൺ ഫോം ചെയ്ത് അതിന്റെ മാക് ആംഗിൾ കണ്ടുപിടിക്കാം. ഒരു ട്രയാങ്കിൾ വരും. ഓക്കെ, സോ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആൽഫ കണ്ടുപിടിക്കാൻ നമ്മൾ ഇക്വേഷൻ ഉണ്ട് നമുക്ക് ഓൾറെഡി അല്ലെ? മാക് ആംഗിളിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ആൽഫ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/m. എത്ര കിട്ടും? 19.47. കണ്ടുപിടിക്കാം. ഈ റിലേഷൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എ ബി എന്ത് വരും? 5000 ഡിവൈഡ് ബൈ tan ആൽഫ വരും. Okay, then distance AB will be equal to 14,142.13 meter കിട്ടും. ഇതൊക്കെ ഇന്നലെ ചെയ്ത സെയിം സ്റ്റെപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത്. ഒറ്റക്ക് ചെയ്യേണ്ട പ്രോബ്ലം മീൻസ് ആദ്യമായിട്ട് ചെയ്യുന്നതല്ല, ഇതേ പ്രോബ്ലം ഇന്നലെ ചെയ്തത്. ഒരു വ്യത്യാസമില്ല. ആ നോട്ടിൽ ഒന്ന് നോട്ടിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പേജ് ഒന്ന് മറിച്ച് വെച്ചാൽ തന്നെ സംഭവം കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ കണ്ടുപിടിക്കാം? നമുക്ക് ടൈം ടേക്കൺ ബൈ ഒബ്സർവർ ടു ഹിയർ ദാറ്റ് സോണിക് ബൂം. എന്തായിരുന്നു സോണിക് ബൂം? പ്രഷർ വേവിനെയാണ് നമ്മൾ സോണിക് ബൂം എന്ന് പറയുന്നത് കേട്ടോ.
So time divide by നമ്മൾ കണ്ടുപിടിച്ചു. ഓഡിയോ ബ്രേക്ക് ആവുന്നുണ്ട് സാർ. ഓക്കെ, ഡിസ്റ്റൻസ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി കിട്ടിയ എന്ത് കിട്ടും? ടൈം കിട്ടും. ഓക്കെ, സോ ഡിസ്റ്റൻസ് എത്ര കണ്ടുപിടിച്ചു നമ്മൾ? എ ബി ഈസ് ഈക്വൽ ടു 14,142.13 മീറ്റർ കിട്ടി. ഡിവൈഡ് ബൈ വെലോസിറ്റി എന്ന് പറയുന്നത് 1011 ആണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 1011.62 കിട്ടി. സോ ടൈം വിൽ ബി ഈക്വൽ ടു 13.97 seconds. ക്ലിയർ അല്ലേ? ചേഞ്ച് ചെയ്യുന്നേ, 2-3 പ്രോബ്ലം കൂടി ചെയ്യാനുണ്ട് ഇന്ന്. ഇല്ല, 2 ഒരു പ്രോബ്ലം കൂടി. ഈ പ്രോബ്ലം ക്ലിയർ അല്ലേ? എടാ, നിങ്ങൾ എന്താണ് ഒരു മരം വെച്ച പോലെ ഇരിക്കുന്നത്? എന്തെങ്കിലും ഒരു തിരിച്ച് റിപ്ലൈ പറ. അത് ഓണാക്കി വെച്ചിട്ട് ആ ഇതേരൊന്ന് പറ. ഇതിങ്ങനെ ഞാൻ അങ്ങോട്ട് പറയാ, ഞാൻ തന്നെ കേൾക്കുക. ഇതൊന്നുമില്ല പ്രതികരണങ്ങൾ. അവിടെ ഞാൻ ചെയ്യുന്നുണ്ടോ, അവിടെ ഉണ്ടോ, ഇതൊന്നും അറിയുന്നുമില്ല. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുത്. A stream of air flows with a velocity of 250 meter per second. Flows with a velocity of 250 meter per second in a duct of 100 mm diameter. Its temperature and pressure at a section are 5 degrees Celsius and 40 kilopascal. Calculate the stagnation properties at the section and the mass flow rate through the duct. എഴുതിയില്ലേ? ഓക്കെ, തന്ന കണ്ടീഷൻസ് എന്തൊക്കെയാന്ന് നോക്കുക. ഡാറ്റ ഈസ് ഈക്വൽ ടു എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്? ഗിവൺ എപ്പോഴും ഒരു പ്രോബ്ലം കിട്ടിയ ഗിവൺ കണ്ടീഷൻ അടുത്ത് എഴുതുക ആദ്യം. എന്തൊക്കെ തന്നിട്ടുണ്ട്? വെലോസിറ്റി തന്നിട്ടുണ്ട്. ഒരു കറക്ഷൻ ഉണ്ട് കേട്ടോ. 250 ക്വസ്റ്റ്യൻ 200 ആൻസർ. ഓക്കെ, 200 എടുത്താ ചേട്ടാ. ഇത് വെലോസിറ്റി 200 മീറ്റർ പെർ സെക്കൻഡ് എടുത്താൽ മതി. ഇനി അങ്ങോട്ട് ആൻസറിൽ 200 ആയിട്ട് ഇട്ടില്ല. 200 meter per second. ഒന്ന് കറക്റ്റ് ചെയ്തേക്കും. So velocity equal to 200 meter per second. Diameter is equal to 0.1 meter. Temperature 5 degree Celsius convert ചെയ്തു 278 Kelvin. Pressure 40 kilopascal. അതിന് നോർമലി പാസ്കൽ എഴുതിയല്ല, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എഴുതി. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കും? ഇനീഷ്യലി ഫ്ലോ മാക് നമ്പർ കണ്ടുപിടിക്കാം. സോ അതിനായിട്ട് എന്താ വേണ്ടേ? മാക് നമ്പർ വിൽ ബി ഈക്വൽ ടു V ഡിവൈഡ് ബൈ A. സോ എ എന്താ? V ബൈ A. എന്ന് പറയുന്ന റൂട്ട് ഓഫ് ഗാമ RT വരും. സോ ഗാമ വാല്യൂ അറിയാം, R വാല്യൂ അറിയാം, ടെമ്പറേച്ചർ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കിട്ടും? മാക് നമ്പർ വാല്യൂ കിട്ടും 0.598. ഇത് സബ്സോണിക് ആണോ സൂപ്പർസോണിക് ആണോ? അതോ സോണിക് ആണോ? എന്താ വരിക ഇത്? സബ്സോണിക് അല്ലേ? സബ്സോണിക്. മാക് നമ്പർ 1ലേക്ക് താഴെ പോയാൽ സബ്സോണിക് ആയിരിക്കും, റൈറ്റ്? സോ എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറിന്റെ നമ്മൾ പഠിച്ച റിലേഷൻ എന്തായിരുന്നു? മാക് നമ്പർ വെച്ചിട്ട് T0/T is equal to 1 plus gamma minus 1/2 m square ആണ്. സോ അതിൽ T റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്താൽ T0 equal to T into 1 plus gamma minus 1 divided by 2 m square. സോ നമുക്ക് കിട്ടും T നമുക്കറിയാം 278 ആണ്.
സോ ഗാമ വാല്യൂ അറിയാം, എം വാല്യൂ കണ്ടുപിടിച്ചു. സോ T0 വിൽ 297.88 കെൽവിൻ കിട്ടും. Then stagnation pressure നമുക്ക് T0/Tയും P0/Pയും വെച്ച് നമ്മൾ റിലേഷൻ എഴുതല്ലോ. P0/P is equal to T0/T whole raised to gamma/gamma-1 ഉണ്ട്. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, T0/Tക്ക് ഇവിടെ നമ്മൾ കൊടുത്ത റിലേഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 + gamma-1/2 m². സോ P0 is equal to P into 1 + gamma-1/2 m² വരും into whole raised to gamma/gamma-1. സോ P നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 40 kPa. ഗാമ അറിയാം, എം അറിയാം, എന്ത് കിട്ടി, T0 കിട്ടി, സ്റ്റാഗ്നേഷൻ പ്രഷർ അറ്റ് ദാറ്റ് കണ്ടീഷൻ സെക്ഷൻ കിട്ടി. P0 equal to 50.94 kPa. ഇനി മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കണം. എം ഡോട്ട് ഈസ് ഈക്വൽ ടു, ബേസിക്കലി നമ്മൾ ഫ്ലൂയിഡിലൊക്കെ ചെയ്യുന്ന ഇക്വേഷൻ എന്താ, എം ഡോട്ട് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് മാസ് ഫ്ലോ റോ എ വി ആണ്. ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി. സോ ഡെൻസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം, P/RT എഴുതാം. ഏരിയ എന്ന് പറയുന്നത് πd²/4, അതായത് നമ്മൾ ഡക്റ്റിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ടല്ലോ, πd²/4, ആൻഡ് വെലോസിറ്റി v 200 m/s. ഇതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ മാസ് ഫ്ലോ റേറ്റ് വിൽ ബി ഗെറ്റിംഗ് 0.7875 m/s. ഓക്കെ, ഇതോടുകൂടി പ്രോബ്ലം അവസാനിച്ചു. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കി, ഫസ്റ്റ് മൊഡ്യൂളിൽ വന്ന്. ഓക്കെ, ഇത് ലാസ്റ്റ് ഇയർ December 2019 ക്വസ്റ്റ്യൻ. പാഠം കഴിഞ്ഞു. ഓക്കെ, സോ എന്തൊക്കെയാ നോക്കുക, ക്വസ്റ്റ്യൻ നോക്കി ഏകദേശം ഐഡിയ കിട്ടും നമ്മൾ ഏതൊക്കെ പഠിക്കണം എങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് എപ്പോഴും എക്സാമിന് ഒന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി നോക്കുന്നത് നല്ലതായിരിക്കും. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വന്നത് ഒന്ന് കൺസർവേഷൻ ഓഫ് മാസ് ഇക്വേഷൻ, കൺട്രോൾ വോളിയത്തിന്റെ ഡെറിവേഷൻ നമ്മൾ ക്ലാസ്സിൽ എടുത്തതാണ്. ഓക്കെ, ഡെറിവേഷൻ ഓഫ് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ മാക് നമ്പറിന്റെ ടേംസിലേക്ക് എഴുതാൻ വേണ്ടിയുള്ളത്, അതായത് T0/T is equal to 1 + gamma-1/2 m². ഇപ്പൊ പ്രോബ്ലത്തിലൊക്കെ യൂസ് ചെയ്ത റിലേഷൻ ഒന്ന് ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കാൻ. ഇത് നമ്മളിപ്പോ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം, റൈറ്റ്? ഡിറൈവ് ദ മൊമെന്റം ഇക്വേഷൻ. അതൊന്നിക്ക് ഏതെങ്കിലും ആയിട്ട് വരും, ഒന്നിക്ക് മാസ് വരും, അല്ലെങ്കിൽ മൊമെന്റം വരും, അല്ലെങ്കിൽ എനർജി വരും. ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഷുവർ ആണ്. ദെൻ അഡിയബാറ്റിക് സ്റ്റഡി ഫ്ലോ എലിപ്സിന്റെ അഡിയബാറ്റിക് ഇക്വേഷൻ എഴുതിയിട്ട് ആ ഫ്ലോ ഗ്രാഫ് വരയ്ക്കാൻ സിയും വരച്ച് നമ്മൾ എഴുതിയിട്ടില്ല. ഇൻകംപ്രസിബിൾ, സബ്സോണിക്, സോണിക്, സൂപ്പർസോണിക്, ഹൈപ്പർസോണിക് ഒക്കെ എഴുതിയ അതിന്റെ പേര് ആ ഗ്രാഫ് വരക്കുക. ജസ്റ്റ് അതിന്റെ ഇക്വേഷൻസ് H0 ഇക്വേഷൻ ഏതൊക്കെയാന്ന് വെച്ചാൽ Cmax²/2 ഈക്വൽ ടു A0²/gamma-1 ഈക്വൽ ടു ആ ഇക്വേഷൻ ഉണ്ടല്ലോ, അതെടുത്ത് എഴുതുക, എന്നിട്ട് അതിന്റെ ഗ്രാഫ് വരക്കുന്നത്. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം ആണ്. ഓക്കെ, then what is Mach angle and derive the expression for Mach angle in terms of Mach number. Then ഈ ക്വസ്റ്റ്യൻ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളുമായിട്ട് കണക്റ്റഡ് ആണ്, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ക്ലാസ് ചെയ്യിക്കാഞ്ഞത്. സെക്കൻഡ് മൊഡ്യൂളുമായിട്ട് ആ ഡാറ്റ ബുക്ക് വെച്ചിട്ട് ഇതിനെ പറഞ്ഞില്ലേ, ഡാറ്റ ബുക്ക് എല്ലാവരും പർച്ചേസ് ചെയ്തോ, എന്താ അവസ്ഥ? ലോക്കാണ് കിട്ടുമെങ്കിൽ അത് മതിയോ? PDF കിട്ടുന്നുണ്ടോ? ഒന്ന് തപ്പി നോക്ക്. നോക്കിയാലും കണ്ടില്ല, ഇനി ഒന്നും കൂടെ നോക്കണം. വേറെ എന്തെല്ലാം വരുന്നു, PDF ഡൗൺലോഡ് ആകുന്നുണ്ട്, പക്ഷെ പകുതി വരെയായിട്ട് സ്റ്റക്ക് ആവുകയും ചെയ്യുന്നുണ്ട്. നോക്കണം ഒന്നും കൂടി. നോക്കി നോക്ക്, അല്ലെ പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥക്ക് പർച്ചേസ് ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല, പക്ഷെ കിട്ടിയാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് പ്രശ്നം. നോക്ക്, നിങ്ങൾ ടൗണിൽ പോകുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും, പക്ഷെ എല്ലാവരും ബൾക്ക് വാങ്ങിയിട്ടും കാര്യമില്ലല്ലോ, അതിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലേ. പരമാവധി എങ്ങനെയെങ്കിലും ടൗണിലേക്ക് ഇറങ്ങുന്ന ആരെങ്കിലും വഴി കിട്ടുമോ നോക്കുക. അത് കിട്ടിയാലേ നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾസ് ഇല്ല അങ്ങോട്ടേക്കുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. തീരെ നിവൃത്തിയില്ല എന്നാണെങ്കിൽ ഞാൻ
എൻ്റെ കയ്യിലുള്ള സാധനം ഞാൻ സ്കാൻ ചെയ്ത് ക്യാം സ്കാനർ വെച്ച് സ്കാൻ ചെയ്ത് PDF ഫയലായിട്ട് ആക്കിയിട്ട് ആദ്യത്തെ ആവശ്യമുള്ള പോർഷൻസ് അയക്കുവല്ലോ ചെയ്യാം. നോക്ക് പരമാവധി നിങ്ങൾ കിട്ടുമോ നോക്ക്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ നമ്മള് Okay. സെക്കൻഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ഞാനിപ്പോ ചെയ്യാൻ. പിന്നെ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ, ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒന്ന് പറഞ്ഞ ഇതെന്താന്ന്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ സോണിക് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ഡിഫറൻസ് ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ആൻഡ് റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ഓഫ് ദ മീഡിയം. 10 മാർക്കിന് എഴുതേണ്ടതാണ്. ഈ ഡെറിവേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ. അത് ഏതിന്റെ ഡെറിവേഷൻ ആണെന്ന് മനസ്സിലാകുന്നുണ്ടോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട്? Second question. Derive the expression for sonic velocity in terms of the difference of specific heats and the ratio of specific heats of the medium. എന്തിന്റെയാ പറ. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് മനസ്സിലായിട്ടാണല്ലോ ഡെറിവേഷൻ എഴുതാൻ പറ്റുമോ? കുറെ ഡെറിവേഷൻ പഠിച്ചിട്ട് പോയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. മെയില് ലാസ്റ്റ് ഇയർ മെയില് ചോദിച്ചതാണ്. എന്താ വൈഷ്ണവ എന്താ വരിക? ഏതിന്റെ ഡെറിവേഷൻ അവിടെ ചോദിക്കണേ? വൈഷ്ണവ CK Yes, sir. മനസ്സിലായില്ല ഏതിന്റെ ഡെറിവേഷൻ ആണെന്ന്? രണ്ടാമത്തെ ക്വസ്റ്റ്യനാ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അത് ഇത്രയും നേരം മനസ്സിലായില്ല എനിക്ക്. ഞാൻ ഇപ്പഴും പോയി. നന്നായി. ഇതിങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ടാ ക്ലാസ്സിന്റെ അടുത്ത്? അതാണ് ആരുടെയും പ്രതികരണം ഒന്നും ഇല്ലാത്ത. ദിനിലെ ഏതിന്റെയാ ഒന്ന് പറഞ്ഞേ. ദിനിലുണ്ടോ ക്ലാസ്സിലുണ്ടോ? ഹലോ, ദിനിലെ പറ. ഡെറിവേഷൻ എന്തിന്റെയാ ചോദിക്കണേ? ഡിറൈവ് ദ എക്സ്പ്രഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത് എല്ലാരും ഇത് അവസ്ഥയല്ലേ? ഓഫാക്കി വെച്ചിട്ട് പോകുന്നതാ? ഓഫാക്കി വെച്ചിട്ടൊന്നല്ല സാറേ, ഇടിയുണ്ട്. പക്ഷെങ്കില് വേറെ ചെറിയൊരു തിരക്കേക്ക്. അതാ ഞാൻ ചോദിച്ചത്, ഇത് ഓണാക്കി വെച്ചിട്ട് വേറെ പണിയെടുക്കാമെന്ന് ചെയ്യുന്നു. 1:30 ആയില്ലേ സാറേ? 1:30 ആയടാ. 1:30 ആയില്ലേ? ഇത് തീർന്ന്. ഒന്നുമില്ല സംഭവം. റൂട്ട് ഓഫ് ഗാമ RT എന്ന് എഴുതിയിട്ടില്ലേ? സ്പെസിഫിക് അല്ല, CPയും CVയും. അതിന്റെ ഡിഫറൻസ് എടുത്തതാ. CP - CV എന്ന് പറയുന്നത് ഗാമയാണ്, സോറി R ആണ്. റൈറ്റ്. ഡിഫറൻസ് ഓഫ് സ്പെസിഫിക് എന്ന് പറയുന്നത് CP - CV എന്ന് വെച്ചാൽ R. റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് CP/CV, അതായത് ഗാമ. സോ എനെ ഗാമന്റെയും ആറിന്റെയും ടേംസിലെ ഡെറിവേഷൻ എഴുതുക. A is equal to root of gamma RT. നിങ്ങൾ ക്ലാസ് ചെയ്തല്ലേ അത്? ചിലത് ഇത്രയും എളുപ്പമില്ല. 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ അത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇങ്ങനെ ചില ട്വിസ്റ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് പോകുന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, ഇതോടുകൂടി ഫസ്റ്റ് മൊഡ്യൂൾ അങ്ങോട്ട് നിർത്തി കഴിഞ്ഞു. ഇനി ഇതിൽ ഏതെങ്കിലും പോർഷൻസ് ഒന്ന് നോക്കുക. ഞാൻ ഇന്നോ നാളെ കൊണ്ട് ഗൂഗിൾ മീറ്റില്, ഗൂഗിൾ ക്ലാസ് റൂമില് പിന്നെ ഇതിന്റെ മെറ്റീരിയൽസ്, എൻ്റെ കയ്യിലുള്ള ഈ സ്ലൈഡ്, നോട്ട്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ഒരു ഫോൾഡർ ആക്കി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടേക്കാം. ലിങ്ക് അയച്ചേക്കാം. അതിൽ കയറി നോക്കുക. ഓക്കെ, ഇനി അയക്കാനുള്ള ഓർഡർ ആരാന്ന് വെച്ചാൽ ഞാൻ നോക്കട്ടെ. ആരുടെ പേരെഴുതി ഞാൻ നോക്കിയില്ല, കറക്റ്റായി ചെക്ക് ചെയ്യുന്നില്ല. അത് ആരൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് അറിയുന്ന ഓർഡർ അയക്കുക. എക്സാം ഉണ്ടാവുമല്ലോ എന്ന് ചോദിച്ചാ അസീം എന്താ ചോദിച്ചാൽ ഞാൻ കണ്ടില്ല. ഇനി എക്സാം ഉണ്ടാവുമോന്നോ ഇല്ലാന്നോ എന്താ ചോദിച്ചാൽ? വായിക്കാണ്ടിരിക്കുന്നതല്ലേ? ഒന്നുമില്ല സാറ്.
എക്സാം നമുക്ക് ആലോചിക്കാം. മൊഡ്യൂൾ കഴിഞ്ഞല്ലോ, അപ്പൊ ഒരു മൊഡ്യൂൾ ടെസ്റ്റ് വരാനുണ്ട്. നമുക്കൊരു മൊഡ്യൂൾ ടെസ്റ്റ് ഒക്കെ വരാനുണ്ടല്ലോ ഇനി. സമയം പോലെ സാവകാശം പോലെ നമുക്ക് ചെയ്യാം. എന്നാൽ നിങ്ങൾ ഇന്നലെ തന്നെ ട്യൂട്ടോറിയൽ ആദ്യം കംപ്ലീറ്റ് ചെയ്ത് വെക്ക്. അഭിരാം പി സുരേഷ് ഉണ്ടോ? അബിൻ ജോഷി, ആദർശ് കെ കെ, അക്ഷയ് കെ എം, ആൽവിൻ തോമസ്, അമൽ കെ പി, അമൽ കെ സന്തോഷ്, അമലം, അനന്തു, അനുരാഗ്, ആശ്രയ്, അശ്വിൻ, ഭഗത്, ഭഗത്തില്ല, ദിജിൻ, ഓക്കെ ദിജിൻ, ഫസിയുദ്ദീൻ, ജിജോ, ജിതിൻ, കാർത്തികേയൻ, ഋതുൽ, രാഹുൽ, സൂരജ്, സൗരവ്, ശ്രീരാഗ്, വൈശാഖ്, വൈഷ്ണവ്, വൈഷ്ണവ് പി കെ, വസീം, ദിലു, ജിഷ്ണു, മോഹൻ, നിഖില, ഓക്കെ രോഷിത്, വിഷ്ണു, തേജസ്, ആകാശ്, അഭിനവ്, ഗോകുൽ, സച്ചിൻ. ഓക്കെ, അപ്പൊ അമ്മയ്ക്ക് സന്തോഷമില്ല അല്ലേ? ഓക്കെ, ഇതോടുകൂടി ഫസ്റ്റ് മോഡ്യൂൾ അങ്ങോട്ട് തീർന്നു. നാളത്തെ അവർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ രാഹുൽ സാറിന് തീർന്നിട്ടില്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ ചില അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ പറ്റും നോക്കും. ആ